ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC Decode യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PYQ മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് 25 GK ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. രണ്ടാമത്തെ പ്രസ്താവന, 1, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. മൂന്നാമത്തെ പ്രസ്താവന, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കിയിട്ട് ആൻസർ ചെയ്തോളൂ. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് 1930, 31, 32 വർഷത്തിൽ. അപ്പോൾ 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അടുത്ത ചോദ്യം നോക്കാം. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. രണ്ടാമത്തേത്, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. മൂന്നാമത്തേത്, കർഷക സമരമായിരുന്നു. നാലാമത്തെ പ്രസ്താവന, ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ സി, 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് തെറ്റാണ്. ബർദോളി സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് നിയമലംഘന പ്രസ്ഥാനമായിരുന്നു, അതേപോലെ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഒന്നാമത്തേത് സത്യപാൽ, രണ്ടാമത്തേത് മംഗൾ പാണ്ഡെ, മൂന്നാമത്തേത് വെല്ലിംഗ്ടൺ പ്രഭു, നാലാമത്തേത് സൈഫുദ്ദീൻ കിച്ലു. ഇവരിൽ റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഓപ്ഷൻസ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 4 ആൻസർ. അതായത് സത്യപാൽ മല്ലിക്, അതേപോലെ സൈഫുദ്ദീൻ കിച്ലു, ഇവർ രണ്ടുപേരുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. സത്യപാൽ മല്ലിക്കും സൈഫുദ്ദീൻ കിച്ലു. അടുത്തത് 4ാമത്തെ ചോദ്യം, പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ഗാന്ധിജി ക്രിപ്സ് മിഷൻ, രണ്ടാമത്തേത് ഗാന്ധിജി ക്യാബിനറ്റ് മിഷൻ, മൂന്നാമത്തേത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ, നാലാമത്തേത് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിലേതാണ്? ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം. അതായത് ഗാന്ധിജി ക്രിപ്സ് മിഷൻ എന്നുള്ളതാണ് ഈ ഒരു വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗാന്ധിജി ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചതാണ് എങ്ങനെ? പിൻതീയതി വെച്ച ചെക്ക് എന്ന്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ. ഒന്നാമത്തേത് നാനാ സാഹിബ്, രണ്ടാമത്തേത് ഝാൻസി റാണി, മൂന്നാമത്തേത് ജനറൽ ഭക്ത് ഖാൻ, നാലാമത്തേത് ബഹദൂർ ഷാ രണ്ടാമൻ. ഇവരിൽ ആരൊക്കെയാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്? ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ ബി, 3, 4. അതായത് ജനറൽ ഭക്ത് ഖാനും അതേപോലെ ബഹദൂർ ഷാ രണ്ടാമനും, ഇവർ രണ്ടുപേരുമാണ് ഡൽഹിയിൽ 1887 കലാപത്തിന് നേതൃത്വം നൽകിയത്. 6ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ചെന്നൈ. ആൻസർ ഓപ്ഷൻ എ ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഓപ്ഷൻ എ പാർവതി ഭായ്, ഓപ്ഷൻ ബി അക്കമ്മ ചെറിയാൻ, ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ, ഓപ്ഷൻ ഡി ശാരദ അമ്മാൾ. ആൻസർ ഓപ്ഷൻ സി ദാക്ഷായണി വേലായുധൻ.
ഈ തന്നിരിക്കുന്നതിൽ ദാക്ഷായണി വേലായുധനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 മലയാളി വനിതകളാണ് അംഗമായിട്ടുണ്ടായിരുന്നത്. അവരാരൊക്കെയാണ്? ഒന്ന് ദാക്ഷായണി വേലായുധൻ, രണ്ടാമത്തേത് അമ്മു സ്വാമിനാഥൻ, മൂന്നാമത്തേത് ആനി മസ്ക്രിൻ. ഇവർ 3 പേരുമാണ് മലയാളി വനിതകളായിട്ട് ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം. ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ സി സ്വത്തവകാശങ്ങൾ, ഓപ്ഷൻ ഡി റിട്ടുകൾ. ആൻസർ ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയുടെ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം. ഓപ്ഷൻ എ വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി ജലസേചനം, ഓപ്ഷൻ സി ആരോഗ്യം, ഓപ്ഷൻ ഡി റെയിൽവേ. ആൻസർ ഓപ്ഷൻ ഡി റെയിൽവേ. യൂണിയൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ഉൾപ്പെടുന്ന വിഭാഗം റെയിൽവേ ആണ്. ഓപ്ഷൻ എ വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ അത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ ബി ആൻഡ് സി, അതായത് ജലസേചനവും ആരോഗ്യവും, ഇത് രണ്ടും വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അടുത്ത ചോദ്യം, വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. ഓപ്ഷൻ എ ചലമേശ്വർ, ഓപ്ഷൻ ബി PB സാവന്ത്, ഓപ്ഷൻ സി മാർക്കണ്ഡേയൻ, ഓപ്ഷൻ ഡി GB മൗലങ്കർ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി. ആൻസർ ഓപ്ഷൻ ബി PB സാവന്ത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? PB സാവന്ത്. അടുത്ത ചോദ്യം, വൈകുണ്ഠസ്വാമിയുടെ രചന ഏത്? ഒന്നാമത്തേത് ദർശനമാല, രണ്ടാമത്തേത് നവമഞ്ജരി, മൂന്നാമത്തേത് ആദിഭാഷ, നാലാമത്തേത് അരുൾനൂൽ. ഇതിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ സി 4 മാത്രം. അരുൾനൂൽ എന്നത് മാത്രമാണ് വൈകുണ്ഠസ്വാമിയുടെ രചന എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ തന്നിരിക്കുന്നത് ദർശനമാല, അതേപോലെ രണ്ടാമത്തെ നവമഞ്ജരി. ഇത് രണ്ടും ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ്. ആദിഭാഷ എന്ന രചന ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. അരുൾനൂല് മാത്രമാണ് വൈകുണ്ഠസ്വാമിയുടേത്. അടുത്ത ചോദ്യം, വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന മാത്യു തരകനെ സംരക്ഷിച്ചു. മൂന്നാമത്തെ പ്രസ്താവന മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. ഇതിൽ ചേരാത്ത അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ ഡി 2 മാത്രം. അതായത് മാത്യു തരകനെ സംരക്ഷിച്ചു എന്നത് മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി രണ്ടെണ്ണവും ശരിയാണ്. അതായത് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ, അതുപോലെ തന്നെ മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. അത് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിൽ? ഒന്നാമത്തെ പ്രസ്താവന പാട്ടം, വെറും പാട്ടം, ദാനം, ദേവസ്വം. രണ്ടാമത്തേത് ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. മൂന്നാമത്തേത് സാമം, ദാനം, ഭേദം, പാട്ടം. ഇതിൽ ഏത് രീതിയിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചിരുന്നത്? ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാം. ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് എങ്ങനെയാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. ഈ 4 രീതിയിലാണ് തരംതിരിച്ചിരുന്നത്. ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. അടുത്ത ചോദ്യം, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളി, ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത ചോദ്യം, മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. രണ്ടാമത്തേത് കാനിങ് പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ച്. മൂന്നാമത്തേത് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. ഇതിൽ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1ഉം
3 അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്നാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. അതുപോലെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുന്നതിനെ തുടർന്നാണ് ഈ ഒരു ഉടമ്പടി ഉണ്ടാകുന്നതും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നതും. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി? ഓപ്ഷൻ എ നിള, ഓപ്ഷൻ ബി പെരിയാർ, ഓപ്ഷൻ സി പാമ്പാർ, ഓപ്ഷൻ ഡി കബനി. ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണ്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ളത് പെരിയാർ നദിയിലാണ്. അടുത്ത ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ എ അർജന്റീന, ഓപ്ഷൻ ബി കുവൈറ്റ്, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ഖത്തർ. ആൻസർ ഓപ്ഷൻ ഡി ഖത്തർ. 2022 ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ രാജ്യം ഏതാണ്? ഖത്തർ. അടുത്ത ചോദ്യം, 18ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ എ ആസൂത്രിത സമ്പദ് വ്യവസ്ഥിതി, ഓപ്ഷൻ ബി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥിതി, ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥിതി, ഓപ്ഷൻ ഡി കമ്പോള വ്യവസ്ഥിതി. ആൻസർ ഓപ്ഷൻ സി മിശ്ര സമ്പദ് വ്യവസ്ഥിതി. മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷൻ, ഓപ്ഷൻ ബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ചെറുകിട വ്യവസായ വികസന കമ്മീഷൻ, ഓപ്ഷൻ ഡി ധനകാര്യ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഡേറ്റ് ഓർത്തിരിക്കുക, മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി VKRV റാവു, ഓപ്ഷൻ സി RC ദേശായി, ഓപ്ഷൻ ഡി പ്രശാന്ത് ചന്ദ്ര മഹൽനോബിസ്, PC മഹൽനോബിസ്. ആൻസർ ഓപ്ഷൻ ഡി PC മഹൽനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹൽനോബിസ് ആണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്താണ്? ഓപ്ഷൻ എ ഹരിത വിപ്ലവം, ഓപ്ഷൻ ബി ധവള വിപ്ലവം, ഓപ്ഷൻ സി നീല വിപ്ലവം, ഓപ്ഷൻ ഡി മഞ്ഞ വിപ്ലവം. ആൻസർ ഓപ്ഷൻ എ ഹരിത വിപ്ലവം. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവമാണ്. അടുത്ത ചോദ്യം, 22ാമത്തെ ക്വസ്റ്റ്യൻ. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ത്? ഓപ്ഷൻ എ അക്സായ് ചിൻ പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കം, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള തർക്കം, ഓപ്ഷൻ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭജനം, ഓപ്ഷൻ ഡി ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ആൻസർ ഓപ്ഷൻ ഡി ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധമുണ്ടാവാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാരണമാണ് എന്ത്? ദലൈലാമയ്ക്ക് അഭയം നൽകിയെന്നുള്ളത്. അടുത്തത് 23ാമത്തെ ചോദ്യം ക്യാൻസൽ ആണ്. നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ആര്? ഓപ്ഷൻ എ രഘുറാം രാജൻ, ഓപ്ഷൻ ബി അരുൺ ജെയ്റ്റ്ലി, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി ഊർജിത് ആർ പട്ടേൽ. ആൻസർ ഓപ്ഷൻ ഡി ഊർജിത് ആർ പട്ടേൽ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണർ ആയിരുന്നു ഊർജിത് ആർ പട്ടേൽ. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? അത് ശക്തികാന്ത ദാസ് ആണ്. അദ്ദേഹം 25ാമത്തെ RBI ഗവർണറാണ്. നിലവിൽ 25ാമത്തെ RBI ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്. അടുത്ത ചോദ്യം 25ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഏതാണ്? ഓപ്ഷൻ എ ഗ്രീഷ്മകാലം, ഓപ്ഷൻ ബി വർഷകാലം, ഓപ്ഷൻ സി ശരത്കാലം, ഓപ്ഷൻ ഡി വസന്തകാലം. മെയ് ജൂൺ മാസങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ഗ്രീഷ്മകാലം. അപ്പോൾ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കിയിട്ട് മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥ ഗ്രീഷ്മകാലമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ഉണ്ടായിരുന്നു. ബാക്കി 24 ക്വസ്റ്റ്യൻസ്. ഈ 24 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയാക്കാൻ പറ്റി, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.